അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ നമുക്കറിയാം കോവിഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ പറഞ്ഞ് വലിയൊരു ഗ്യാപ്പ് ഇതിനിടയിൽ വന്നിട്ടുണ്ട്. 6 വർഷത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ പുനഃപരിശോധനാ ഹർജി കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഒരു തീർപ്പുണ്ടാകുമെന്ന് കരുതാമോ? ഈ പറയുന്നത് പോലെ 9 ജഡ്ജിമാരുടെ ബെഞ്ച് ഏപ്രിൽ 7 രാവിലെ 10:30 തന്നെ വാദം കേൾക്കൽ ആരംഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം ഉടൻ തന്നെ തീർപ്പ് കൽപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? ഉടൻ തന്നെ വാദം കേൾക്കുമെന്ന് ഉറപ്പായി. വിധി കൽപ്പിക്കുന്നത് കോടതി കേട്ടതിന് ശേഷം കേസ് ജഡ്ജ്മെന്റിനെ റിസർവ് ചെയ്തിട്ട് വിധി എഴുതാനായിട്ട് മാറ്റിവെക്കുകയാണ് സാധാരണ നടക്കാറുള്ളത്. ഇപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, എല്ലാ കക്ഷികളും ഈ കേസിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് ഭൂരിപക്ഷവും യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സബ്മിഷൻസ്, ഇതിനെ അനുകൂലിക്കുന്നവർക്ക് സബ്മിഷൻസ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഉൾപ്പെടെ എല്ലാ പാർട്ടികൾക്കും റിട്ടേൺ സബ്മിഷൻ ഫയൽ ചെയ്യാനുള്ള അവസാന ദിവസം മാർച്ച് 14 അപ്പൊ മാർച്ച് 14 കോടതിയുടെ മുമ്പിലുള്ള എല്ലാ കക്ഷികളുടെയും വാദമുഖങ്ങൾ എഴുതി അവതരിപ്പിക്കാനുള്ള സമയം തീരും. അപ്പോൾ ഗവൺമെന്റ് എന്താണ് സ്റ്റാൻഡ് എടുക്കുന്നത്, പഴയ സ്റ്റാൻഡിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയാൻ കഴിയും. പിന്നെ വാദമുഖങ്ങളെല്ലാം റിട്ടേൺ ആയിട്ട് അവതരിപ്പിക്കാനുള്ള അവസാന സമയപരിധി 14 മാർച്ചാണ്. വാദം തുടങ്ങുന്നത് 7 ഏപ്രിൽ. തുടങ്ങിക്കഴിഞ്ഞാൽ 2 ദിവസം റിവ്യൂ പെറ്റീഷണേഴ്സ്, അതായത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർക്കും 14, 16 2 ദിവസം അതിൽ ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കും, പിന്നെ അമിക്കസ് ക്യൂറി കോടതിയുടെ ഫ്രണ്ടായിട്ട് നിയോഗിച്ചിരിക്കുന്ന അഭിഭാഷകന് 2 ദിവസം 21, 22 തീയതികളിലുമാണ് വാദിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് സമയബന്ധിതമായിട്ട് അത് തീർക്കും. അതിനുശേഷം വിധി വരാനുള്ള താമസമേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒന്ന് ശബരിമല യുവതീ പ്രവേശനമാണ്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ പ്രധാനപ്പെട്ട മത വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കോടതി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, പ്രത്യേകിച്ച് മതസ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങളുമായിട്ട് വേറെ എന്തെങ്കിലും സമത്വം മുതലായ വിഷയങ്ങളുമായിട്ട്, സ്ത്രീ സമത്വം മുതലായ വിഷയങ്ങളുമായിട്ട് എന്തെങ്കിലും തർക്കം വരികയാണെങ്കിൽ അവിടെ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അതേപോലെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്, ഒരു മതത്തിന് ഈ ഒരു ആചാരം അനിവാര്യമാണോ എന്ന രീതിയിൽ കോടതികൾ ഇപ്പൊ ചോദിക്കാറുണ്ട്. ഒരു സംശയം ചോദിക്കട്ടെ. ഇതിപ്പോൾ അന്ന് ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടായിരുന്ന അന്നുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് നമ്മളവിടെ കണ്ടത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇനി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമായിരിക്കും അല്ലേ? കോടതികളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ബാധ്യത. ഭരണഘടന ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ളവരാണ് ജഡ്ജസ്. അപ്പോൾ ഭരണഘടനയുടെ അർത്ഥം വ്യാഖ്യാനിക്കുക എന്നുള്ളതിലുപരി അത് തെരുവിലിറങ്ങി ആരെങ്കിലും സമരം ചെയ്ത് ഭരണഘടനാ മൂല്യങ്ങൾ, സ്ത്രീ സമത്വം പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്തത് കൊണ്ട് കോടതികൾ പിന്മാറേണ്ട കാര്യമില്ല. പക്ഷെ വോട്ട് കിട്ടി അധികാരത്തിൽ വരുന്നവർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക്, വീണ്ടും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ചിലപ്പോൾ അതൊരു വിഷയമായേക്കാം. അതുകൊണ്ട് കോടതിയുടെ മുന്നിൽ അവരൊരുപക്ഷെ കോടതിക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡ് എടുക്കാം, ചിലപ്പോൾ ഇതിനെ എതിർക്കാം. പക്ഷെ കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ ബാധ്യതയും ഭരണഘടനയെ ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന ഈക്വൽ ട്രീറ്റ്മെന്റ് എല്ലാ ജെൻഡറിനും, സ്ത്രീകൾക്കും എല്ലാ വിഭാഗത്തിലും പെട്ട ജനങ്ങൾക്കും ഒക്കെ തുല്യനീതി ഉറപ്പാക്കുക എന്നുള്ളതുകൊണ്ട് കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗത്തിന് മാത്രമായിരിക്കില്ല. പാഴ്സി സ്ത്രീ ഒരു ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ചപ്പോൾ അവരുടെ പിതാവിന്റെ അവസാന ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും അവസരം നിഷേധിച്ചൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഗുൽറൂഖ് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ സുപ്രീം കോടതിയിൽ കേസ് നേരിട്ടുണ്ട്. ആ കേസും ഇതിന്റെ കൂടെ ടാഗ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ദാവൂദി ബോറ എന്ന് പറയുന്ന വളരെ ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു വിഭാഗം ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ചേലാകർമ്മം നടത്തുന്നുണ്ട്. അതൊരു മനുഷ്യാവകാശ ധ്വംസനമാണെന്നുള്ള കേസുണ്ട്. അതും ഇതിന്റെ കൂടെ ടാഗ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഇഷ്യൂസ് എല്ലാം സുപ്രീം കോടതി 9 അംഗ ബെഞ്ചിന്റെ പരിഗണനയിൽ വരും. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ സുപ്രീം കോടതിക്ക് വിധി എഴുതാൻ കഴിയൂ. ആ വിധി വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയിൽ മുഴുവൻ ഇതുപോലുള്ള സമാന വിഷയങ്ങളിലെല്ലാം ബാധകമായിരിക്കും. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ പ്രശാന്ത് പത്മനാഭൻ. ഈ പറഞ്ഞതുപോലെ നേരത്തെ നമുക്കറിയാം ഈ ബെഞ്ച് വീണ്ടും പുനഃസംഘടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. 9 അംഗ വിശാല ബെഞ്ചിനെ പുനഃസംഘടിപ്പിക്കുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ ഈ വിഷയം പരിഗണിച്ചതിൽ പലരും ഇപ്പോഴിൽ ഒടുവിലായുള്ളത് ചീഫ് ജസ്റ്റിസ് മാത്രമാണുള്ളത്. അപ്പോൾ ഈ ബെഞ്ചിന്റെ പുനഃസംഘടന ഏത് രീതിയിലായിരിക്കും, ആരൊക്കെ ആയിരിക്കും ഈ ബെഞ്ചിൽ ഉണ്ടാവുക? ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ചീഫ് ജസ്റ്റിസിന്റെ പ്രറോഗേറ്റീവ്, അതായത് ചീഫ് ജസ്റ്റിസിന്റെ സവിശേഷ അധികാരമാണ്. അത് ഡിവിഷൻ ബെഞ്ചോ 3 ജഡ്ജ് ബെഞ്ചോ ഇരുന്ന് തീരുമാനിക്കുന്ന കാര്യമല്ല. ചീഫ് ജസ്റ്റിസ് ഒറ്റയ്ക്കാണ് ആ തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് 9 അംഗ ബെഞ്ചിലെ ഭാഗമാകേണ്ടതെന്ന്.
അദ്ദേഹത്തിന്റെ തീരുമാനം എന്താണെന്നുള്ളത് കോസ്റ്റ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാലേ അറിയാൻ കഴിയൂ. സാധാരണഗതിയിൽ ഇന്ന ജഡ്ജസ് ആണ് ഈ കേസ് കേൾക്കാനിരിക്കുന്നത് എന്ന് അഭിഭാഷകർ ഉൾപ്പെടെ എല്ലാവരും അറിയുന്നത് അതിന്റെ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഒരു പ്രാവശ്യം 9-അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു. അന്നുണ്ടായിരുന്ന എല്ലാ ജഡ്ജസും എക്സെപ്റ്റ് ഈ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒഴികെയുള്ള എല്ലാ ജഡ്ജസും റിട്ടയർ ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് ഉള്ള ബെഞ്ച് പുതുതായിട്ടുള്ള ജഡ്ജസ് ആയിരിക്കും. ശബരിമല കേസ് ഉൾപ്പെടെ ഒരു കേസും നേരത്തെ ഉണ്ടായിരുന്ന ബെഞ്ചിൽ ഇല്ലാത്ത ജഡ്ജസ് ആണ് ഇത് പുതുതായിട്ട് കേൾക്കാൻ പോകുന്നത്. എല്ലാവരും പുതിയ ജഡ്ജസ് ആയിരിക്കും. ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇതിപ്പോൾ നമുക്കറിയാം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു. കഴിഞ്ഞ തവണ ഈ ശബരിമല വിഷയത്തിൽ ഏത് രീതിയിലാണ് തിരിച്ചടിയായത് എന്നുള്ള കാര്യം സർക്കാരിന് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇനി വീണ്ടും ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ വിഷയം തന്നെ കോടതിയിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പഴയ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? കോടതിയുടെ മുമ്പിൽ ഒരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട് എല്ലാ പാർട്ടികൾക്കും കക്ഷികൾക്കും ഒക്കെ. കോടതിയിലെ കക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ ഒരു വാദം അവതരിപ്പിച്ച് ഇതാണ് ശരി, നിയമപരമായി ഭരണഘടനാപരമായി ഞങ്ങൾക്കൊരു ബാധ്യതയുണ്ട് എന്ന് സമ്മതിച്ച ഒരു കക്ഷിക്ക് പിന്നീട് വന്നിട്ട് ഇലക്ഷൻ എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് പോകാനുള്ള സാധ്യതയുണ്ടെന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷെ അവർക്ക് ഒരുപക്ഷെ ഒരു സ്റ്റാൻഡ് എടുക്കാതെ മാറി നിന്നിട്ട് ഒരു സംസാരിക്കാൻ ബാധ്യതയുള്ളിടത്ത് ഒരു കമ്മിറ്റ്മെന്റ് കോടതിയിൽ പറയാൻ സമ്മതിക്കാനും ബാധ്യതയുള്ള ഭരണഘടനാ ബാധ്യതയുള്ള ഒരു സംസ്ഥാനം ഒരുപക്ഷെ കോടതി പറയുന്നത് പോലെ ചെയ്തുകൊള്ളാം എന്ന ഒരു രീതിയിലേക്ക് മാറി നിൽക്കാൻ, അതായത് ഇനാക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാതെയൊക്കെ മാറി നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. അല്ല, അങ്ങനെ മാറി നിൽക്കാൻ കഴിയുമോ? ഒരു അഭിപ്രായം പറയാതെ മാറി നിൽക്കാൻ കഴിയുമോ? അതില് ചീഫ് ജസ്റ്റിസ് അത് ഏത് രീതിയിൽ വീക്ഷിക്കും എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ചീഫ് ജസ്റ്റിസ് പറയുകയാണ് നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് ഗവൺമെന്റിന് ഭരണഘടനാപരമായ ഒരു ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് മാത്രമല്ല 9-അംഗ ബെഞ്ചിലെ ജഡ്ജസ് പറയുകയാണ് എല്ലാ കക്ഷികളും അവരുടെ സ്റ്റാൻഡ് വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഭരണഘടനാ ബാധ്യതയുള്ള സ്ഥാപനങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഭരണഘടനയോടാണ് ആദ്യത്തെ കൂറ് ഭരണഘടനയോടായിരിക്കണം. അതിനുശേഷമാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ. ഈ ആചാരങ്ങളൊക്കെ പലതും ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടിട്ടാണ് സുപ്രീം കോടതി ഇല്ലാതാക്കിയത്. അപ്പോൾ ആചാരങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അങ്ങനെയുള്ള ആചാരങ്ങൾക്ക് സാധുതയില്ല. അങ്ങനെ ഒരു വിധി വന്നപ്പോൾ അതിനെ എതിർക്കുന്നത് വലിയ പ്രയാസമായിരിക്കും. അതില് ജനപ്രീതി എന്നുള്ളത് ഒരു വാദമായിട്ട് കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അതിന് പകരം വേറെന്തെങ്കിലുമൊക്കെ രീതിയിൽ ഇവര് സംഘർഷം ഉണ്ടാക്കുന്നൊക്കെയുള്ള രീതിയിൽ വാദം ഉന്നയിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഐഡിയോളജിക്കലായിട്ട് ഈ പാർട്ടികൾ തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അതോ എല്ലാവർക്കും ഭൂരിപക്ഷം പറയുന്നതാണ് നിയമം എന്നാണോ അവരുടെ ധാരണ എന്നുള്ള ചോദ്യങ്ങളെല്ലാം കോടതിയിൽ ഈ റിട്ടൺ സബ്മിഷൻസ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ കഴിയും. ഭരണഘടനാ മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധത എത്ര കൂടുതലുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഞങ്ങൾ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കും, എന്തെങ്കിലും വോട്ട് പോകുന്നെങ്കിൽ പോട്ടെ എന്നൊക്കെ വേറൊരു അവസരത്തിൽ പറഞ്ഞിരുന്നു. അതൊക്കെ ശബരിമലയുടെ കാര്യത്തിൽ കൂടി അദ്ദേഹം പ്രാവർത്തികമാക്കുമോ? രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരു പ്രിൻസിപ്പിൾഡ് സ്റ്റാൻഡ് എടുക്കുമോ? പൗരന്റെ അവകാശത്തിനൊപ്പം നിൽക്കുമോ എന്നുള്ള വലിയ ചോദ്യത്തിന് കൂടി സുപ്രീം കോടതിയിൽ റിട്ടേൺ സബ്മിഷൻ ഫയൽ ചെയ്യുമ്പോൾ അറിയാൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.